ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നീലേശ്വരം മന്നംപുറത്ത് കാവിലാണ്. കൂടെയുള്ളത് അൽസൂട്രിക് രാഹുൽ. അതെ, ശ്രീ മന്നംപുറത്ത് ഭഗവതി ക്ഷേത്രം, നമ്മുടെ എല്ലാരെയും നീലീശ്വരം കാവ്. തീർച്ചയായിട്ടും ഇതിനേക്കാളും ജനങ്ങളും തിരക്കും ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. നമ്മളവിടെ വൈകി എത്തിയത് കൊണ്ട് ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലാതെ അവശനായി മാറി നിൽക്കുന്ന കലശത്തെയാണ് കാണാൻ പറ്റിയത്. കലശം ഇറക്കി വെച്ചെങ്കിലും ഇവിടെയുള്ള തെയ്യങ്ങളെ തിരിച്ച് അണിയറിലേക്ക് അയക്കാൻ ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. കൈക്കോളൻ, കാളരാത്രി, നടയിൽ ഭഗവതി, ക്ഷേത്രപാലകൻ എന്നീ 4 തെയ്യങ്ങളെയാണ് ഞാൻ അവിടെ കണ്ടത്. നീലീശ്വരത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് കാവിലെ കലശം. ജാതി മതവും നോക്കാതെയുള്ള ആഘോഷങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നീലീശ്വരത്തിന്റെ സ്വന്തവും എന്റെ ഏറ്റവും സുഹൃത്തും ബ്ലോഗറുമായ അൽസൂട്രിക്സിന് ഈ ഒരു ഉത്സവത്തിനെ കുറിച്ച് പറയാനുണ്ടത്രേ. നമ്മ പണ്ട് മുതലേ സ്ഥിരം വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ മതപരമായിട്ടൊന്നുമില്ല, എല്ലാ ആൾക്കാരും വരും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാ ആൾക്കാരും വരും. എല്ലാവരും നമ്മുടെ നീലേശ്വരത്തുകാരുടെ ഉത്സവമാണ്. അവിടെ വെച്ച് മറ്റൊരു വ്ളോഗറായ ശാരികേനെയും കാണാൻ പറ്റിട്ടോ. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ചന്തയിൽ കച്ചവടം ചെയ്യുന്ന ആൺ സിംഹങ്ങൾക്കിടയിൽ അതുക്കും മേലെ നിൽക്കുന്ന ഒരു പെൺ സിംഹത്തെ ഞാൻ അവിടെ കണ്ടു. അതെ, ചില സാഹചര്യങ്ങളാണ് നമ്മളെ ഉള്ളിലെ കഴിവിനെ പുറത്തെടുക്കുന്നതും നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതും നമ്മളായിട്ട് ജീവിക്കാൻ പഠിക്കുന്നു. ഇനി അടുത്ത കാവിലെ കലശത്തിന് കാണാമെന്ന പ്രതീക്ഷയോടെ.